Hi Kirad's and welcome back to my channel. Kirad's 2026 SSCGയുടെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എക്സാം എഴുതിയ എല്ലാ കുട്ടികളും മനസ്സിലൊരു ഡൗട്ടാണ്, റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത്, ഫിസിക്കൽ എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മിക്ക കുട്ടികളും മനസ്സിലുള്ള ഡൗട്ടാണ്, വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ടോ അതോ 25,000 പ്ലസ് തന്നെ ആയിരിക്കും വേക്കൻസിയോ എന്നീ പോയിന്റുകളും ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ട് ലഭിച്ച കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. SSCGD റിലേറ്റഡ് ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ 2026-27 SSCGDയുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും മാൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇപ്പോൾ മുതൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് SSCGD എക്സാം ക്രാക്ക് ചെയ്യാനും പാരാമിലിറ്ററിയിൽ ജോലി നേടാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് SSCGD റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സ്പെഷ്യലി 2026 കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ റീസണും ഉണ്ടായിരുന്നു. SSCയുടെ ഈ തവണത്തെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നോക്കൂ കുട്ടികളെ, വേക്കൻസി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ കട്ട് ഓഫ് അപ്ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. സേഫ് സ്ക്വയർ അതേപോലെ തന്നെ നോർമലൈസേഷൻ്റെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം. ഉടനെ തന്നെ മുൻ വർഷത്തെ കട്ട് ഓഫ് അനുസരിച്ച് അതേപോലെ തന്നെ ഈ തവണത്തെ എക്സാമിൻ്റെ ലെവലും ഹാർഡ് ഷിഫ്റ്റ്, ഈസി ഷിഫ്റ്റ്, നോർമലൈസേഷൻ എത്ര വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതനുസരിച്ച് പ്രോപ്പർ ഒരു കട്ട് ഓഫ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യുക. ഒരു 10 to 20% എങ്കിലും കമൻറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ കട്ട് ഓഫ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. എല്ലാ വർഷവും ഇതേ രീതിയിൽ തന്നെയാണ് SSC ചെയ്യുന്നത്. അതായത് SSCGയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനിഷ്യലി വേക്കൻസി കുറവാണ്. അത് 2021 മുതലുള്ള അപ്ഡേറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 25,000 24,000 വേക്കൻസി വരും. അതിനുശേഷം എക്സാം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്? നോക്കൂ കുട്ടികളെ, അതിൻ്റെ മെയിനായിട്ട് 2 റീസണാണുള്ളത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസണാണ് CAPF, അതായത് സെൻട്രൽ ആർമഡ് ഫോഴ്സസ് എല്ലാ വർഷവും അവർക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടാറില്ല. അപ്ഡേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓരോ ഫോഴ്സിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ, എല്ലാ വർഷവും ഒത്തിരി ആൾക്കാർ റിട്ടയർഡ് ആവുന്നുണ്ട്, പിന്നെ ഒത്തിരി ആൾക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവരിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഡേറ്റാസ് CAPFന് ലഭിക്കാറില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് പ്രോപ്പറായിട്ട് വേക്കൻസി ഇനിഷ്യൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോക്കൂ കുട്ടികളെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും അതേപോലെ തന്നെ SSCയും തമ്മിലുള്ള ടൈം കണക്ഷൻ നല്ല പ്രോപ്പറായിട്ട് പോകുന്നില്ല. എന്തോത്തിനുള്ള ടൈം കണക്ഷനാണ്? നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യുന്നതിനുള്ള. ഫോർ എക്സാമ്പിളായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്താ ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ അങ്ങ് ഔട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യുമ്പോൾ SSC എന്താ ചെയ്യുന്നത്? SSCയുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല CAPFൽ നിന്ന്. അപ്പോൾ SSC എന്ത് ചെയ്യും? പ്രോപ്പറായിട്ടുള്ള വേക്കൻസി MHAക്ക് കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ഒരു നോർമലായിട്ടുള്ള ഒരു ഫിക്സ് കാറ്റഗറി ഫിക്സ് ചെയ്തിട്ട് അവർ വേക്കൻസി അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. ഈ 2 മെയിൻ റീസൺ കൊണ്ടാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനിഷ്യലി വേക്കൻസി കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? നോക്കൂ കുട്ടികളെ, 2025-ലെയും 26-ലെയും അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. എല്ലാ ഫോഴ്സിൻ്റെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 1 lakh+ വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 2025 കാര്യം പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ 2026 ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനകത്തും വളരെ ക്ലിയർ ആയിട്ട് വേക്കൻസി മെൻഷൻ ചെയ്തിരിക്കുന്നത് 93,000+ ആണ്. ഇവിടെ പിന്നെ ഫോഴ്സ് വൈസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, CSFൽ വേക്കൻസി 28,000, CRPFൽ 27,000, BSFൽ 14,000. BSFൻ്റെ എന്തായാലും ഇതിൽ കൂടുതലും വേക്കൻസി വരുന്നതായിരിക്കും. ഇതേ രീതിയിലാണ് വേക്കൻസി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റഡ് ആണ്. 1 January 2026 ലെറ്റർ അനുസരിച്ചുള്ള വേക്കൻസി അപ്ഡേറ്റ് ആണിത്. അപ്പോൾ എന്തായാലും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ആൾറെഡി പാരാമിലിറ്ററി ഫോഴ്സിൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. സ്ട്രെങ്ത് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടേജാണ് സ്ട്രെങ്ത്. ഇപ്പോഴും കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്. അതിനനുസരിച്ച് റാലിയും അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിലും അവർ വേക്കൻസി കൂടുതൽ എടുക്കുന്നില്ല.
ക്ലിയർ ആയോ? അത് ആൾറെഡി നോട്ടിഫിക്കേഷനകത്തും ഇതേ രീതിയിലുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒത്തിരി പേപ്പർ കട്ടിങ്ങും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഓരോ പേപ്പർ കട്ടിങ്ങിലും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ എല്ലാം തന്നെ. നോക്കൂ കുട്ടികൾ, അത് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് BSFൻ്റെ പുതിയ ബറ്റാലിയൻ വരാൻ പോകുന്നു. അതേപോലെ തന്നെയാണ് CAPFലും ഇതേ രീതിയിൽ CRPFലും ബറ്റാലിയൻ വരുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ CRPFലും പുതിയ ബറ്റാലിയൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുതൽ ബറ്റാലിയൻ ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ് വേണ്ടുന്നത്. അതനുസരിച്ച് കൂടുതലും കുട്ടികൾ എന്തായാലും സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന്. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2018-19 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇനിഷ്യലി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി 54,000 ആയിരുന്നു, പിന്നെ 60,000 ആയി. 2021 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 25,000 പ്ലസ് ആയിരുന്നു വേക്കൻസി, പിന്നെ ഇൻക്രീസ് ആയിട്ടില്ല. 2022 കാര്യം പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 45,000 ആയിരുന്നു, പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയി 50,000 ആയി. 2023 കാര്യം പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 26,000 ആയിരുന്നു, പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയി 46,000 ആയി. 2024 കാര്യം പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി 39,000 ആയിരുന്നു, പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയിട്ട് 53,000 ആയി. 2025 കാര്യം പറയുകയാണെങ്കിലോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി മെൻഷൻ ചെയ്തിരിക്കുന്നത് 25,000 ആണ്. വേക്കൻസി ഇനിയും ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും ലെറ്ററും എല്ലാം ആൾറെഡി ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ വാട്സപ്പ് ചാനലിലുള്ള ആ ഒരു ലെറ്റർ റീഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. അതിലെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രസൻറ്റ് വേക്കൻസി എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് കുട്ടികളെ നോക്കൂ, വേക്കൻസി എന്തായാലും കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ വർഷത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എത്ര വെച്ചാണ് കൂടുന്നത് നോക്കുന്നു കുട്ടികളെ. 2022-23 25,000 പ്ലസ് ഇൻക്രീസ്, 2023-24 20,000 പ്ലസ് ഇൻക്രീസ്, 2024-25 40,000 പ്ലസ് ഇൻക്രീസ്. ഇത് എങ്ങനെയുള്ള ഇൻക്രീസാണ്? നോട്ടിഫിക്കേഷൻ വന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഇൻക്രീസ്മെൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് 2025-26 അപ്ഡേറ്റ് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് 25,000 പ്ലസ് ആണ്. എന്തായാലും നിങ്ങളുടെ വേക്കൻസി 48 to 50K അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നിയർലി എന്തായാലും 50,000 അടുത്ത് നിങ്ങളുടെ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളെ എന്തായാലും 50,000 അടുത്ത് ഈ തവണ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. വേക്കൻസി കൂടുകയാണെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് കട്ട് ഓഫ് വളരെ കുറവായിരിക്കും വരാൻ പോകുന്നത്. ആൾറെഡി കട്ട് ഓഫിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും കട്ട് ഓഫിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹാർഡസ്റ്റ് ഷിഫ്റ്റും ECS ഷിഫ്റ്റും നോർമലൈസേഷൻ എത്ര വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ എത്ര പേരെയാണ് ഫിസിക്കലിന് വിളിക്കാൻ പോകുന്നത്? നമുക്ക് എത്രയാണോ വേക്കൻസി വരുന്നത് അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെയാണ് ഫിസിക്കലിനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഓൺലി നമ്മുടെ വേക്കൻസി 25,000 മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 8 ഇരട്ടി എന്ന് പറയുമ്പോൾ ഫിസിക്കലിന് വേണ്ടി 2 lakh cadetsനെ വിളിക്കുന്നതായിരിക്കും. 50,000 അടുത്ത് വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 8 ഇരട്ടി കുട്ടികൾ എന്ന് പറയുമ്പോൾ ഓൺലി 4 lakh cadetsനടുത്തായിരിക്കും ഫിസിക്കലിനായിട്ട് വിളിക്കാൻ പോകുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എപ്പോഴാണ് വേക്കൻസി കൂടുന്നത്? നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നെയാണ് വേക്കൻസി ഇൻക്രീസ് ചെയ്യുന്നത്. വേക്കൻസി ഇൻക്രീസ് ആയിട്ടാണ് എല്ലാ വർഷവും SSC GDയുടെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. എന്നാൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? എത്രയാണോ വേക്കൻസി അതിൻ്റെ 8 ഇരട്ടി കുട്ടികളുടെ ലിസ്റ്റാണ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്തായാലും ഈ തവണ വേക്കൻസി ഇൻക്രീസ് ആകാൻ പോകുന്നത്. ഉടനെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ആദ്യം വേക്കൻസി ഇൻക്രീസ് ആകും, അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെ ഫിസിക്കലിനായിട്ട് വിളിക്കും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് പിന്നെ എങ്ങനെ ഇവർ വേക്കൻസി കൂട്ടും? മനസ്സിലായല്ലേ? ക്ലിയർ ആയല്ലേ നിങ്ങൾക്ക്? ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് പിന്നെ എങ്ങനെയാണ് വേക്കൻസി കൂട്ടുന്നത് ഇവർ? അപ്പോൾ അതിന് മുന്നേ എന്താണ്? വേക്കൻസി ഇടും, അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെ ആയിരിക്കും ഇവർ വിളിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വർഷവും വിളിക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും മാറ്റം SSC വരുത്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളെല്ലാം ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത്. കുട്ടികളെ ഫൈനൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈയിൽ നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട്, അതായത് ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് പോകാൻ പോകുന്ന കുട്ടികളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് ഓഫ് ആഗസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആകാനുള്ള സാധ്യത സെപ്റ്റംബർ 2nd വീക്കോടാണ്. നെക്സ്റ്റ് SSCയുടെ നോട്ടിഫിക്കേഷനും സെപ്റ്റംബർ-ഒക്ടോബർ മന്തിലായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു ഷെഡ്യൂളിനകത്ത്, അതായത് ഈ അപ്കമ്മിങ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ബാക്കിയെല്ലാം 100% അതേ രീതിയിൽ നടക്കാനാണ് സാധ്യത. പക്ഷേ ഈ ഡേറ്റിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അത് ഞാൻ വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതും കൂടി ലഭിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ഞാൻ പറയുന്നതായിരിക്കും. 2 to 3 വീക്സിൻ്റെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഫ്രണ്ടിലോട്ട് പോകാനായിരിക്കും സാധ്യത, ബാക്കിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ കുട്ടികളെ. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ വേക്കൻസി ഇത്രയും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹാർഡ് ഷിഫ്റ്റിൻ്റെ അതേപോലെ തന്നെ നോർമലൈസേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു നമ്പർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമിയിൽ 2026 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, വീക്കിലി എക്സാംസ്, 150 മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 2950 ആണ്. 2950 ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത്. ഈ ഒരൊറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് 2 ബാച്ചിൻ്റെ കോഴ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ബേസ് ബാച്ചിനകത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൾറെഡി സിലബസ് കവർ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ചിൻ്റെ ഫുൾ ക്ലാസ്സും ഒന്നുകൂടി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും SSGD റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. SSGD റിലേറ്റഡ് എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.